ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ കാണുന്ന റീൽസാണ് റുഷ്തമോളും സമദ് സഖാഫിയും. ഈ വിഷയത്തിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ വീഡിയോ ആദ്യമായിട്ട് ആരാണോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്, ഇതാരാണോ ക്യാമറയിൽ പതിപ്പിച്ചത്, അവൻക്കാണ് ഈ ലോകത്ത് ഇത് ആരൊക്കെ ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നോ അതിൻ്റെ കുറ്റം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടത്. ആദ്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക, ആ ദാമ്പത്യ ജീവിതത്തിൽ കഴിയുന്ന ആ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇരുവരുടെയും കുടുംബത്തിനോ മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുഴുവൻ ക്രെഡിറ്റും ആദ്യമായി വീഡിയോ എടുത്ത ആ വ്യക്തി ഏറ്റെടുക്കേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരു വ്യക്തിയുടെ, ഒരു മുസ്ലിമായ വ്യക്തിയുടെ, മുസ്ലിം എന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ അവിടെ നിൽക്കട്ടെ, ഒരു വ്യക്തിയുടെ രഹസ്യം പുറത്ത് വിടാൻ പറ്റാത്തൊരു കാര്യം മറച്ചു വെച്ചാൽ അവൻ്റെ കാര്യം ദുന്യാവിലും ആഖിറത്തിലും പടച്ച തമ്പുരാനെ മറച്ചു വെക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ ഒരു രഹസ്യം, പുറത്തു പറയാൻ പറ്റാത്ത നിൻ്റെ എന്തെങ്കിലും കാര്യം പുറത്തു വരാതിരിക്കാനുള്ള മറയായിട്ട് നിൻ്റെ തമ്പുരാൻ നിന്നോട് പറഞ്ഞത് എന്നുള്ളത് നീ നിൻ്റെ സഹോദരൻ്റെ രഹസ്യത്തെ മറച്ചു വെക്കാനാണ്. തമാശ രൂപേണെ ചിലപ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്സുകളായിരിക്കും, ആ രീതിയിൽ തമാശ രൂപേണെ ഉപയോഗിച്ച പദങ്ങളായിരിക്കും അത്. അതിനെ ട്രെൻഡിങ് ആക്കി എടുത്തത്, നീ ക്യാപ്ചർ ചെയ്ത ആ വീഡിയോ എടുത്ത ആദ്യ വ്യക്തിയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പുറത്ത് വിടാതെ നീ അത് കാണുകയാണെങ്കിൽ അവരെ തന്നെ നേരിലത് കണ്ടിട്ട് ഉപദേശിക്കുക. ഇത് വീഡിയോ എടുത്ത് ഇത് ട്രെൻഡിങ് ആക്കിയിട്ട് ഈ ലോകം മുഴുവൻ അറിയിച്ചിട്ട് എന്ത് ബെനഫിറ്റാണ്, എന്ത് ഗുണമാണ് അത് ക്യാപ്ചർ ചെയ്ത ആ വീഡിയോ എടുത്ത ആ വ്യക്തിക്ക് കിട്ടുന്നത്?